ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി കുറേ തീരുമാനങ്ങൾ വന്നതിൻ്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 2016 ഫെബ്രുവരി 20 ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6.5 ലക്ഷം IT ടവർ 1ാം ഘട്ടത്തിൽ. പിന്നെ ഈ കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നോ? അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നോ? ഓരോ മൈൽ സ്റ്റോൺ ഉണ്ട് ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്നത്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു, ആരും അന്വേഷിച്ചില്ല. അവസാനം 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതകളുണ്ട്, ഇതിൽ ദുരൂഹതയുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ. 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടം. പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ? ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തതല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ഈ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച ആളുകളാണ് ഇവർ. 2016 ഫെബ്രുവരി 20 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച ആളുകളാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട്, അഴിമതിയുണ്ട്. മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുകയാണ്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ CPM സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അവരുടെ സംഘടനയും NGO യൂണിയനിലും പെട്ട ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ചു വച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ അതിപ്രസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടക്കാൻ തിരഞ്ഞുപിടിച്ച് CPM അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത്. ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും. അഴിമതി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണിത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത്? ഒന്ന് അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? ആരാണ് പെർഫോം ചെയ്യാത്തത്? ടീകോമാണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അവരുടെ നിന്നല്ലേ പിഴ ഈടാക്കേണ്ടത്? എഗ്രിമെന്റ് ഉള്ളതല്ലേ? എഗ്രിമെന്റ് ഉണ്ടല്ലോ. എഗ്രിമെന്റ് 2005 മുതലുണ്ട്, 2011 എഗ്രിമെന്റ്. അപ്പൊ പെർഫോമൻസ് ഇല്ല. നോൺ പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നോൺ പെർഫോമൻസ്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ആ 5 കൊല്ലം കൊണ്ട് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് 1ാമത്തെ ടവർ പൂർത്തിയാക്കിയത് ഉദ്ഘാടനം ചെയ്തു. അത് വലിയ സ്റ്റെപ്പല്ലേ?
6 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് റെഡിയായത്? വലിയൊരു ഘട്ടമല്ലേ അത്. പിന്നെ അവിടെ ഉഴപ്പില്ലല്ലോ, അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ. ഇത് ചെയ്യുമല്ലേ ചെയ്തത്. 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ എത്രയാ? വലിയൊരു ഘട്ടമല്ലേ പിന്നിട്ടത്. അപ്പോൾ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. 8 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. എൻ്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആര് പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലാണ്? ഈ 2011 എഗ്രിമെന്റ് വെച്ചത് അച്യുതാനന്ദന്റെ കാലത്തല്ലേ? എന്തായി പറയുന്നത്? 2011 എഗ്രിമെന്റ്. 2011 എഗ്രിമെന്റ്. ആ 2011 എഗ്രിമെന്റ്. എന്നിട്ട് പണി നൽകുന്നില്ല, അതുകൊണ്ട് സംസ്ഥാനത്ത് ഒരു തരത്തിലും പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പദ്ധതിയായി സർക്കാർ മുന്നോട്ട് പോകണമെന്നാണോ? അല്ല, ചോദ്യം വളരെ ക്ലിയറാണ്. അങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? അല്ല, 11 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക ആ കമ്പനിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇവര് തന്നെയല്ലേ എഗ്രിമെന്റ് വെച്ച്? 2011 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയാ അവരൊരു കാര്യവും ചെയ്യില്ലെന്ന്. അവര് തന്നെ പറയാ. ഇവരുടെ സർക്കാർ തന്നെയല്ലേ ചെയ്ത്? അത് തുടരുകയല്ലേ ചെയ്ത്. എന്നിട്ട് ഒന്നും ചെയ്തില്ല. 8 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. എത്ര മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്? ഏത് തരത്തിലെല്ലാം ഗവൺമെന്റ് ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്? അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഓരോ മൈൽ സ്റ്റോൺ, ഓരോ ഫേസിലും ഇത്രമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ ഓരോ മൈൽ സ്റ്റോൺ പിന്നിടുമ്പോഴും എന്താണ് നടക്കാതെ പോയത്, എന്താണ് നടന്നത് എന്നുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഗവൺമെന്റിന് ഷെയറില്ലേ? 16% ഷെയറില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റിന്? സ്റ്റേക്ക് ഇല്ലേ ഗവൺമെന്റിന്? സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്റ്റേക്ക് ഉണ്ടല്ലോ ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ.